നമസ്കാരം. യുദ്ധകാഹളം മുഴക്കി US-ന്റെ പടക്കപ്പലുകൾ. സത്യത്തിൽ ട്രംപ് ഈ പേർഷ്യൻ മേടയിൽ കുടുങ്ങിപ്പോവുകയാണ്. കുറച്ചു കാലങ്ങളായി ഈ മിഡിൽ ഈസ്റ്റിൽ പരസ്പര പോരാട്ടത്തിന്റെ കനല് അതിങ്ങനെ പുകയുകയാണ്. ഒരു വശത്ത് ലോക പോലീസായിട്ടുള്ള അമേരിക്കയുടെ അത്യാധുനിക യുദ്ധക്കപ്പൽ USS എബ്രഹാം ലിങ്കൺ പടുകൂറ്റൻ വ്യൂഹങ്ങളുമായിട്ട് നിലയുറപ്പിക്കുമ്പോൾ മറുവശത്ത് പേർഷ്യൻ കരുത്തുമായിട്ട് ഇറാൻ നിൽക്കുകയാണ് എന്നതാണ്. അവിടെ അമേരിക്കയുടെ പക്കൽ പലവിധ യുദ്ധവിമാനങ്ങൾ ഉണ്ട് എങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അത്യാധുനിക യുദ്ധക്കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ കപ്പലിൽ F-35C ലൈറ്റ്നിങ് അത് തന്നെ തിരഞ്ഞെടുത്തത് ഒരു കൃത്യമായ സന്ദേശമാണ്. ഒരു അദൃശ്യ എൻഫോഴ്സ്മെന്റ് എന്ന നിലയിലാണ് ഈ വിമാനങ്ങൾ തന്നെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. റഡാർ മുന്നറിയിപ്പുകൾ നൽകാതെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പറന്നുയർന്ന് ഇറാന്റെ ഹൃദയ ഭാഗത്തേക്ക് തുളച്ചു കയറുവാൻ ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് അമേരിക്കൻ വീരവാദം. ഒരു പൂർണ്ണ തോതിലുള്ള കരയുദ്ധം ഒഴിവാക്കി കൃത്യമായ ലക്ഷ്യങ്ങളിൽ മാത്രം പ്രഹരമേൽപ്പിക്കുവാൻ ശേഷിയുള്ള ഏക ആയുധമാണ് ഇത് എന്നുകൂടിയാണ് അമേരിക്ക പറഞ്ഞു വെക്കുന്നത്. IRGC കമാൻഡ് സെന്ററുകൾ റഡാറിൽ തെളിയാതെ തന്നെ തകർക്കാൻ ഇതിന്റെ അദൃശ്യ രൂപം സഹായിക്കും. അതാണ് അമേരിക്കയുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതേസമയം ഇറാന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നത് ലോക പ്രശസ്തമായിട്ടുള്ള റഷ്യൻ S-300 PMU-2 അത് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബവാർ 373 മിസൈൽ സംവിധാനങ്ങളാണ്. അപ്പോൾ ആ മിസൈൽ സംവിധാനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. എന്നാൽ F-35Cയുടെ അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ അത് ഈ പ്രതിരോധ സംവിധാനങ്ങളെ അന്ധമാക്കുന്നു എന്നതാണ്. ഇതാണ് അമേരിക്കൻ സൈനിക വിശകലന വിദഗ്ധരടക്കം പറയുന്നത്. ഇറാനിയൻ റഡാറുകൾക്ക് കണ്ടെത്താനാകാതെ തന്നെ ഇറാനിലെ എല്ലാ പ്രതിരോധ നിരകളെയും നിരീക്ഷിക്കുവാനുള്ള ഒരു വൺ വേ സുതാര്യത അമേരിക്കയ്ക്ക് ഈ വിമാനങ്ങൾ നൽകുന്നുണ്ട് എന്നും ഇറാൻ കോടിക്കണക്കിന് ഡോളർ മുടക്കി നിർമ്മിച്ച ആധുനിക പ്രതിരോധ ഗ്രിഡുകളെ കേവലം പഴഞ്ചൻ ഇരുമ്പ് കഷ്ണങ്ങളാക്കി മാറ്റുവാൻ ഈ അത്യാധുനിക ആയുധത്തിന് സാധിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിൽ കൂടിയാണ് അമേരിക്ക ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. വെറും പൈലറ്റുമാരല്ല ഇതിന് പിന്നിലുള്ളത്. ബ്ലാക്ക് നൈറ്റ്സ് എന്നറിയപ്പെടുന്ന VMFA 314 യൂണിറ്റിലെ പൈലറ്റുമാരാണ് ലിങ്കണിൽ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. 2024-25 കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയസമ്പന്നരായിട്ടുള്ള ഇവർ ശത്രുക്കളുടെ റെഡ് സോണിൽ കയറി ആക്രമണം നടത്താൻ പ്രത്യേക പരിശീലനം ശ്രദ്ധിച്ചവരാണ്. ഇറാൻ പോലുള്ള ജനസാന്ദ്രതയുള്ള മേഖലകളിൽ ആക്രമണം നടത്തുമ്പോൾ ഒരു ബാറ്റിൽ ഫീൽഡ് ക്വാർട്ടർബാക്കായി F-35C പ്രവർത്തിക്കുന്നു. ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ തിരിച്ചറിയുകയും ആ വിവരങ്ങൾ തത്സമയം അമേരിക്കൻ കപ്പലുകളായിട്ടുള്ള USS മൈക്കൽ മർഫിയിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന USS സ്പ്രൂസന്റിലേക്കോ കൈമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് 100% കൃത്യതയോടുകൂടി ടൊമാഹോക്ക് മിസൈലുകൾ പ്രയോഗിക്കുവാൻ അമേരിക്കയെ സഹായിക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അമേരിക്കൻ യുദ്ധതന്ത്രം എന്നത് ആർക്കും പകൽ പോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തതയുള്ള കാര്യം. അതേസമയം അങ്ങനെ ഒരു നീക്കം അമേരിക്ക നടത്തിയാൽ F-35Cയുടെ റഡാറുകൾക്കും ഡിസ്ട്രിബ്യൂട്ടഡ് അപ്പർച്ചർ സിസ്റ്റത്തിനും ഇറാന്റെ കാവൽ പർവ്വതങ്ങൾക്കിടയിലൂടെയും ആ മണ്ണിലേക്ക് നുഴഞ്ഞു കയറാമെന്നും ഉപഗ്രഹങ്ങൾക്ക് പോലും കാണാൻ കഴിയാത്ത മറഞ്ഞിരിക്കുന്ന ആയുധപ്പുരകളെ 24/7 നിരീക്ഷണ വലയത്തിലാക്കി മുട്ടുകുത്തിക്കുവാൻ കഴിയുമെന്നും അമേരിക്ക വാദിക്കുകയാണ്. 2026 ജനുവരിയിലെ റിപ്പോർട്ടുകൾ പ്രകാരം തങ്ങളുടെ തലേഗാൻ 2 ആണവ കേന്ദ്രത്തെ കോൺക്രീറ്റ് കവചത്തിനുള്ളിലാക്കുവാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രത്തോളം കടുപ്പമേറിയ കോൺക്രീറ്റ് പാളികൾ തകർക്കുവാൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ അത്തരത്തിലുള്ള ബോംബുകൾ കൃത്യതയോടുകൂടി ലക്ഷ്യത്തിലെത്തിക്കുവാൻ F-35C അല്ലാതെ അമേരിക്കയുടെ പക്കൽ മറ്റൊരു വിമാനവുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതായത് ഈ ആയുധം പരാജയപ്പെട്ടാൽ പിന്നെ പ്രയോഗിക്കുവാനും പിടിച്ചു നിൽക്കുവാനും മറ്റൊരു തൂണില്ല, തുരുമ്പില്ല എന്നുള്ളത് സാരം. അറേബ്യൻ കടലിലെ തുറന്ന സുരക്ഷിത മേഖലയിൽ ലിങ്കൺ കപ്പലിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആക്രമണം നടത്താം എന്നതാണ് അമേരിക്ക കാണുന്ന മറ്റൊരു പ്ലസ് പോയിന്റ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാനിയൻ ഡ്രോൺ ബോട്ടുകളുടെ ആക്രമണ പരിധിയിൽ വരാതെ തന്നെ ഇറാന്റെ ഹൃദയഭാഗത്തേക്ക് പറന്നെത്തുവാൻ F-35Cക്ക് ദൈർഘ്യമേറിയ ദൂരപരിധിയുണ്ട്. ഇത് അമേരിക്കൻ നാവികസേനയുടെ റിസ്ക് കുറയ്ക്കുമെന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നു. എങ്കിലും ഇത്രയേറെ സാഹസങ്ങൾ, സന്നാഹങ്ങൾ കൊണ്ട് ഇറാനെ തകർക്കാനാകുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അമേരിക്ക എത്ര തന്നെ സാങ്കേതിക വിദ്യകൾ നിരത്തിയാലും ഇറാന്റെ പക്കൽ ചില സർപ്രൈസുകൾ എപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ചരിത്രപരമായിട്ട് പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ആഭ്യന്തര ഐക്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് പതിവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അമേരിക്ക ഉയർത്തുന്ന ഈ ഭീഷണി ഒരുപക്ഷെ ഇറാനെ ചൈനയുമായും റഷ്യയുമായും കൂടുതൽ അടുപ്പിക്കുകയേ ഉള്ളൂ. അത്യാധുനികമായിട്ടുള്ള F-35C വിമാനങ്ങൾക്കും ലിങ്കണ്ണും ഇറാനിലെ ജനതയുടെ പോരാട്ട വീര്യത്തെ കീഴടക്കാൻ കഴിയുമോ എന്നത് കണ്ടറിയേണ്ടതാണ് എന്നുള്ളതാണ്.
സാങ്കേതികതയുടെ മികവിൽ അമേരിക്ക വിശ്വസിക്കുമ്പോൾ സ്വന്തം മണ്ണിലെ പ്രതിരോധ തന്ത്രങ്ങളിലാണ് ഇറാന്റെ വിശ്വാസം. ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങൾ കൈവശമുണ്ടായിട്ടും വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും കണ്ടതുപോലെ ഒരു ജനതയെ പൂർണ്ണമായിട്ടും തോൽപ്പിക്കുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ലോകത്തെ എത്ര വലിയ വൻശക്തികൾ അണിനിരന്നാലും ഇറാൻ എന്ന പേർഷ്യൻ കരുത്തിനെ തൊടുക എന്നത് അസാധ്യമായിട്ടുള്ള ഒന്നാണ് എന്ന് പ്രതിരോധ വിദഗ്ധർ പോലും അടിവരയിട്ട് ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ ഇതിന് പ്രധാന കാരണം ഇറാന്റെ അതിസങ്കീർണമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കൂടിയാണ്. ഒരു വലിയ കോട്ട പോലെ ഇറാനെ പൊതിഞ്ഞു നിൽക്കുന്ന സാഗ്രോസ് പർവ്വതനിരകൾ ഏതൊരു വിദേശ സൈന്യത്തിനും കടക്കാൻ കഴിയാത്ത പ്രതിരോധ കവചമാണ്. മലനിരകൾക്കുള്ളിലെ നൂറുകണക്കിന് കിലോമീറ്ററുകൾ നീളമുള്ള മിസൈൽ സിറ്റികൾ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാനാകാത്ത വിധം സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഭൂമിശാസ്ത്രത്തിന് പുറമെ ഇറാന്റെ അസാമാന്യമായിട്ടുള്ള യുദ്ധമുറകൾ അത് അമേരിക്കയെ വെള്ളം കുടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഹോർമുസ് കടലിടുക്കിലെ ഇടുങ്ങിയ പാതകളിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ വളയുവാൻ ശേഷിയുള്ള ആയിരക്കണക്കിന് ചടുലമായിട്ടുള്ള ഡ്രോൺ ബോട്ടുകൾ ഇറാന്റെ പക്കലുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സിരകൾ നിമിഷ നേരം കൊണ്ട് അടച്ചുപൂട്ടുവാൻ ഇറാന് കഴിയും. കൂടാതെ മേഖലയിൽ ഉടനീളമുള്ള ഇറാന്റെ സഖ്യശക്തികൾ ഒരേ സമയം അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാൽ അത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ അന്ത്യത്തിന് തന്നെ കാരണമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കയുടെ പക്കൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉണ്ട് എങ്കിൽ ഇറാന്റെ പക്കൽ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത പ്രതിരോധ ബുദ്ധിയും അടിയുറച്ച പോരാട്ട വീര്യവുമുണ്ട് എന്നുള്ളതാണ്. ഉപരോധങ്ങൾക്കിടയിലും തദ്ദേശീയമായിട്ട് നിർമ്മിച്ച അത്യാധുനിക റഡാർ വിരുദ്ധ മിസൈലുകളും ഹൈപ്പർസോണിക് കരുത്തും ഇറാനെ ഒരു അജയ്യ ശക്തിയായി മാറ്റുന്നു എന്നുള്ളതാണ്. ഇറാനെതിരെ ഒരു നീക്കം നടത്തുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സ്വയം നാശം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, സംശയമില്ല. എബ്രഹാം ലിങ്കൺ എന്ന് പറയപ്പെടുന്ന കപ്പലോ അല്ലെങ്കിൽ അമേരിക്കയുടെ കണക്കുകൂട്ടലുകളിൽ പിഴയ്ക്കാൻ പോകുന്നതും ചിലപ്പോൾ ഈ എബ്രഹാം ലിങ്കൺ ആയിരിക്കും. കാരണം പേർഷ്യൻ മടയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഒരു അജയ്യ ശക്തിയായിട്ട് ഇറാൻ മാറും. ആ അജയ്യ ശക്തിയായിട്ട് മാറുന്ന ഇറാനെ തകർക്കുവാൻ അമേരിക്ക പാടുപെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.